ബാഡ് ഹാബിറ്റ്സിന് പറഞ്ഞു കുറച്ചുകൂടെ വലിയ ഇഷ്യൂസ് ഉള്ള ലൈക്ക് ട്രോമ, PTSD അങ്ങനത്തെ ഉള്ളവർ ഹൗ ക്യാൻ ഹിപ്നോതെറാപ്പി ഹെൽപ്പ് ദം? അവിടെ ട്രോമ പോയി ട്രോമ മായ്ച്ചു കളയാൻ പറ്റത്തില്ലല്ലോ. ഇല്ല, പിന്നെ മായ്ച്ച് കളയല്ല. ട്രോമയല്ല നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ആ ട്രോമേനെ എങ്ങനെ നമ്മൾ അക്നോളജ് ചെയ്യുന്നു, അതെങ്ങനെ കടന്ന് നമ്മൾ വരുന്നു എന്നുള്ളതാണ് കാര്യം. അപ്പോൾ ഹിപ്നോതെറാപ്പി എന്ന് പറയുമ്പോൾ ഒരു കൺട്രോൾഡ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ പേസൊക്കെ നമുക്ക് നിശ്ചയിക്കാം, എത്ര ഫാസ്റ്റായിട്ട് ചെയ്യണം, എത്ര സ്ലോ ആയിട്ട് ചെയ്യണം. അപ്പോൾ ക്ലയൻറ്റിൻ്റെ കംഫേർട്ട് അനുസരിച്ച് അത് ഡീസെൻസിറ്റൈസ് ചെയ്യാനാണെങ്കിലും ട്രോമയിലൂടെ കടന്നു പോകാനാണെങ്കിലും ഒക്കെ ഹെൽപ്ഫുള്ളായിരിക്കും ഹിപ്നോതെറാപ്പി എന്ന് പറയുന്ന തെറാപ്യൂട്ടിക് ടെക്നിക്ക്. അത് ബാക്കിയുള്ള തെറാപ്പി മൊഡാലിറ്റീസായിട്ട് ഭയങ്കരമായിട്ട് കോംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മൊഡാലിറ്റി കൂടിയാണ്. പ്രത്യേകിച്ച് PTSD പോലെയുള്ള കാര്യങ്ങളിൽ ആ ഇമോഷൻ അല്ലെങ്കിൽ ആ ഇമേജിനെ വിഷ്വലൈസേഷൻ വഴി ഡിസ്റ്റൻസ് ചെയ്ത് സേഫ്ലി ലുക്ക് ചെയ്യാനായിട്ട് പറ്റും. സോ അത് ഡീസെൻസിറ്റൈസ് ചെയ്യാനും അല്ലെങ്കിൽ അതിൻ്റെ എഫക്റ്റ് ഇപ്പോൾ ആ ട്രോമ ചിന്തിക്കുമ്പോൾ മിക്ക ആളുകൾക്ക് എന്താ പറ്റുക, അവർ ഷിവർ ചെയ്യും, പാനിക്ക് വരും. ആ സിംറ്റംസിനെ റെഡ്യൂസ് ചെയ്യാൻ ഭയങ്കരമായിട്ട് പറ്റും. ഫിസിക്കൽ ചാർജസ് കോൺഫിഡൻസ് കൂട്ടാൻ പറ്റും. കോൺഫിഡൻസ് ഒക്കെ നമുക്ക് പുട്ടുപോലെ കൂട്ടാം. ഈ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ സെൽഫ് ഹിപ്നോസിസ് എന്ന്, ഇത് പിന്നെ ഗൈഡഡ് ഹിപ്നോസിസ് ഉണ്ട്, ലൈക്ക് വിച്ച് ഈസ് മോർ എഫക്റ്റീവ്? ആ വ്യക്തിയുടെ ആവശ്യം എന്നുള്ള നിലയ്ക്ക് അനുസരിച്ചിരിക്കും. ഇപ്പോൾ സെൽഫ് ഹിപ്നോസിസ് ഡിപ്രഷനിലുള്ള ഒരാൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ വേഴ്സ് ആവാനായിട്ട് സാധ്യതയുണ്ട്. കാരണം ഓൾറെഡി നമ്മുടെ മൈൻഡിലുള്ളത് നെഗറ്റീവ് തോട്ട്സ് ആണ്. ആ സമയത്ത് നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിൽ പോയിട്ട് നെഗറ്റീവ് കാര്യങ്ങൾ ചിന്തിച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ ഡിപ്രസ്ഡ് ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും ഒരു പ്രൊഫഷണലിൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ട് ചെയ്യാനാണ് പറയുക. പക്ഷേ ഇപ്പോൾ ഹിപ്നോതെറാപ്പിസ്റ്റുകളാണെങ്കിൽ അവർക്കറിയാം എന്ത് ചെയ്യണം. അല്ലെങ്കിൽ ഇപ്പോൾ ഹിപ്നോസിസിൻ്റെ ഒരു ബേസിക് കോഴ്സ് എടുത്ത ആളുകൾക്കാണെങ്കിൽ പോലും ഈ കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സെൽഫ് ഹിപ്നോസിസിൽ പോകുമ്പോൾ എഫർമേഷൻസ് യൂസ് ചെയ്യാനും റിലാക്സേഷൻ യൂസ് ചെയ്യാനും പറ്റും. അതല്ല ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നുമില്ല, ജസ്റ്റ് എഫർമേഷൻസ് യൂസ് ചെയ്യണത് നമ്മുടെ കോൺഫിഡൻസ് കൂടാനാണെങ്കിൽ ഏതൊരാൾക്കും യൂസ് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. ഇത് റിലാക്സേഷൻ വഴി ആ ഒരു സ്റ്റേറ്റ് ഓഫ് ട്രാൻസ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് അലേർട്ട്നെസ് ക്രിയേറ്റ് ചെയ്യാനും സാധിക്കും. എനിക്കത് എത്രത്തോളം മിത്താണോ എന്നറിയത്തില്ല, ഗെറ്റ് സ്റ്റക്ക് ഓവർ ദെയർ എന്നുള്ള രീതിയിലൊരിത് കണ്ടു. ശരിക്ക് സബ് കോൺഷ്യസ് നമ്മൾ സ്റ്റക്കായി പോകും. എൻ്റെ പ്രാക്ടീസിൽ ഞാൻ ഇന്ന് വരെ അങ്ങനെ ഒരു കാര്യം കണ്ടിട്ടില്ല. ഓക്കെ, പക്ഷേ ഞാൻ അത് കണ്ടിട്ടില്ല എന്നുള്ളത് കൊണ്ട് അതൊരിക്കലും എക്സിസ്റ്റ് ചെയ്യില്ല എന്ന് ഞാൻ പറയാൻ തയ്യാറല്ല. അതെങ്ങനെ സംഭവിക്കുക? ഐ ഡോണ്ട് നോ. ഞാനത് കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല, എനിക്കറിയില്ല. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് എനിക്കില്ല, ഞാനത് എവിടെയും വായിച്ചിട്ടുമില്ല. പക്ഷെ അവിടെ ആരെങ്കിലും സ്റ്റക്കായി എന്ന് അവർ പറയുകയാണെങ്കിൽ അത് റിജക്റ്റ് ചെയ്യാനും ഞാൻ റെഡിയല്ല. ഇറ്റ്സ് ദെയർ എക്സ്പീരിയൻസ്. ഓക്കെ, ഈ ഹിപ്നോതെറാപ്പി നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോയി റീഡ് ചെയ്യുന്നതാണല്ലോ, ലൈക്ക് അവരുടെ ട്രോമ ആണെങ്കിലും. റീഡിങ് അല്ല, അവരെ തന്നെ ഗൈഡ് ചെയ്യാണ് ബേസിക്കലി ചെയ്യുന്നത്. തെറാപ്പി എന്ന് പറയുമ്പം നമ്മൾ സാധാരണ ചെയ്യുന്ന തെറാപ്പി ഹിപ്നോസിസിൽ ചെയ്യണമെന്നുള്ളൂ. ദാറ്റ് ഈസ് ഹിപ്നോതെറാപ്പി. അതായത് സബ് കോൺഷ്യസ് മൈൻഡിൽ ചെയ്യുന്നേ ഉള്ളൂ. അത്രയേ ഉള്ളൂ. ഇത് കംപ്ലീറ്റ്ലി നെഗറ്റീവായിട്ട് ചെയ്യാൻ പറ്റുമോ? നെഗറ്റീവ് ഇൻ ദ നെഗറ്റീവായിട്ട് സെൻസിലേക്ക് ഇപ്പം ഒരു നോർമൽ ആയിട്ടുള്ള ആൾ ഇഫ് ഈസ് റെഡി ലൈക്ക് ഹിപ്നോസിസ് ഒരു സ്റ്റേറ്റിൽ നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് സം കൈൻഡ് ഓഫ് ഒരു എന്തെങ്കിലും എന്താ പറയുക, പുള്ളിനെ വഴിതെറ്റിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ ഇൻപുട്ട് കൊടുക്കാൻ പറ്റുമോ? ഇപ്പം ആരോമലിനെ ഞാൻ ഹിപ്നോസിസിലേക്ക് എടുത്തു എന്ന് ഒന്ന് ഇമാജിൻ ചെയ്യ്. ഓക്കെ, ഹിപ്നോസിസിലേക്ക് എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ വളരെ നെഗറ്റീവായിട്ടുള്ള സജഷൻസ് പറയാണ്. ഓക്കെ, ഇനി ആരോമലിൻ്റെ ഗേൾ ഫ്രണ്ടിനെ കണ്ട നോക്ക് പോലും ഇല്ല, അവളെ കണ്ട 2 അടി അടിക്കും എന്നൊക്കെ ഞാൻ സജഷൻസ് തന്നു കഴിഞ്ഞാൽ ആരോമൽ അങ്ങനെ ചെയ്യും തോന്നുന്നുണ്ടോ? അല്ല ചെയ്യുമെന്ന് ഞാൻ ചോദിച്ചത്. വാട്ട് ഡു യു തിങ്ക്? I think no. അത്രേ ഉള്ളൂ. Okay. അത് റിജക്റ്റ് ചെയ്യാനുള്ള എബിലിറ്റി നമുക്ക് ഉണ്ട് കോഗ്നിറ്റീവ്ലി. ഇപ്പോൾ ഒരാൾ അങ്ങനെ ഒരു സജഷൻ തരുമ്പോൾ നമ്മുടെ ഫസ്റ്റ് റിയാക്ഷൻ എങ്ങനെയായിരിക്കും? നമ്മൾ അവിടെ നിന്ന് ചാടി കയറിയ ആളോട് തന്നെ ചോദിക്കും, ഡൂഡ് എന്ത് സജഷനാണ് നിങ്ങൾ തരുന്നത് എന്ന് നമ്മൾ ചോദിക്കില്ലേ? അല്ലാണ്ട് നമ്മൾ അവിടെ തന്നെ സറണ്ടർ ചെയ്തിരുന്ന് ഇത് മൊത്തം കേട്ട് അത് കംപ്ലീറ്റ് ചെയ്യാനൊന്നും നമ്മൾ ഇരിക്കുമോ? ഐ ഡോണ്ട് തിങ്ക് സോ. ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മുടെ പാസ്റ്റ് ലൈഫിൻ്റെ അവിടെ എവിടെയും കുറച്ച് സാധനങ്ങൾ കിടപ്പുണ്ടല്ലോ, അതിനെയൊക്കെ നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ഓഫ് ഓൾ പാസ്റ്റ് ലൈഫ് എന്ന് പറയുന്ന കൺസെപ്റ്റ് തന്നെ എന്താണെന്ന് നമ്മൾ ചിന്തിക്കണം. ഇറ്റ്സ് നോട്ട് എ പ്രൂവൻ ഐഡിയ. പാസ്റ്റ് ലൈഫ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ഇപ്പോഴും കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് പാസ്റ്റ് ലൈഫ് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഒരു തെറാപ്പിസ്റ്റിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുകയാണെങ്കിൽ ഹിപ്നോസിസിൽ പാസ്റ്റ് ലൈഫിലേക്ക് ആളുകൾ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ ക്ലയൻസ് പോയിട്ടുണ്ട്. പക്ഷേ അത് പാസ്റ്റ് ലൈഫിലേക്ക് പോവാന്ന് പറഞ്ഞാൽ പാസ്റ്റ് ലൈഫിലേക്ക് പോവാന്ന് പറഞ്ഞാൽ ദേ ഗോ ടു ദാറ്റ്. അതായത് ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞാൽ ഇപ്പം നാഗവല്ലിയുടെ പുനർജന്മമാണ് ശോഭനെങ്കിൽ ശോഭന കംപ്ലീറ്റ്ലി നാഗവല്ലിയാവോ? ഇല്ല, അവർക്ക് അത് കാണാൻ സാധിക്കും. ഓക്കെ, ഓർ ദേ വിൽ ബി ഏബിൾ ടു വിഷ്വലൈസ് ഇറ്റ്, അല്ലെങ്കിൽ ദേ വിൽ ബി ഏബിൾ ടു ഇൻറ്റ്യൂട്ടീവ്ലി പിക്കപ്പ് ദോസ് വേർഡ്സ്. ഫോർ എക്സാമ്പിൾ, ഇപ്പം ശോഭനയുടെ എക്സാമ്പിൾ തന്നെ എടുക്കാം.
ശോഭന പാസ്റ്റ് ലൈഫാണെന്ന് ചിന്തിച്ചാൽ അത് പാസ്റ്റ് ലൈഫാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു മെമ്മറിയാണ്. അല്ലെങ്കിൽ ഇപ്പം ഞാൻ പണ്ട് കണ്ട അനിയത്തിപ്രാവ് സിനിമയുടെ കഥയാണ് എൻ്റെ മൈൻഡിൽ ഓടുന്നത്. അപ്പം ആ കഥ ഞാൻ പറയണ കഴിഞ്ഞ ജന്മത്തിൽ ഞാനൊരു അനിയത്തിയായിരുന്നു, എനിക്ക് കുറേ ചേട്ടന്മാരുണ്ടായിരുന്നു, അവരെന്നെ ഭയങ്കരമായിട്ട് സ്നേഹിച്ചു, എന്നിട്ട് ഞാൻ ഇങ്ങനെയും സംഭവിക്കാം. പക്ഷേ ഒരു ക്ലയൻറ്റിൻ്റെ മനസ്സിൽ നിന്ന് വരുന്ന കാര്യം പ്രോസസ്സ് ചെയ്യാന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അത് പാസ്റ്റ് ലൈഫാണോ വേറെ എന്തെങ്കിലും ആണോ, ഇറ്റ് ഡസൻറ്റ് മാറ്റർ. പക്ഷേ അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? ഇഷ്ടം പോലെ എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ട് പാസ്റ്റ് ലൈഫിൻ്റെ. ആൻഡ് ദ തിങ് ഈസ്, അവരുടെ ഉള്ളിൽ കിടക്കുന്ന തിരിച്ചറിയാത്ത പല ഫിയേഴ്സും ആകാം സിംബോളിക്കലി വരുന്നത്. അല്ലാതെ നമ്മൾ ചിന്തിക്കുന്ന പോലെ പാസ്റ്റ് ലൈഫിൻ്റെ ഇൻഫർമേഷൻ വന്നു എന്ന് വിചാരിച്ച് നമ്മൾ ആ ജീവിതം ജീവിച്ചിട്ടുണ്ടാവണം എന്ന് പോലും ഇല്ല. ചിലപ്പോൾ ഉണ്ടാവാം, ഹൂ നോസ്. ഇത് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണോ? അല്ല. മൈൻഡ് എവിടെയാന്ന് കാണിച്ചു തരാൻ പറഞ്ഞാൽ ആർക്കാ പറ്റുക? നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സാധനമാണോ മൈൻഡ്? അല്ല. അല്ലെങ്കിൽ സോൾ എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. ആത്മാവ്, ആത്മാക്കൾക്ക് ബലിയിടുക, ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ജിന്ന്, ഇതൊക്കെ ആരെങ്കിലും പ്രൂവ് ചെയ്ത കാര്യങ്ങളാണോ? പക്ഷെ പണ്ട് തൊട്ടേ ബുക്കുകളിൽ നിറഞ്ഞു നിൽക്കുന്നില്ല ഇതെല്ലാം. സോ ചെറുപ്പം തൊട്ട് വളർന്നു വരുമ്പോൾ ഈ കേട്ട് വന്ന വിശ്വാസങ്ങളും ആവാം ഈ പുറത്തേക്ക് വരുന്ന കാര്യങ്ങൾ. അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള പല ഫിയറും നമ്മുടെ ഉള്ളിലുള്ള പല പ്രശ്നങ്ങളും ഒരു സിംബൽ പോലെ സിംബോളിക്കലായിട്ട് കാണിക്കുന്നതാവാം. നമ്മളെപ്പോഴും തെറാപ്പിസ്റ്റ് ഇപ്പോൾ കമാൻഡ് മനസ്സിലുണ്ടാക്കിയെടുത്തൊരു സിനിമ അതും ആകാം. അത് മാത്രമാണെന്നല്ല ഞാൻ പറയണേ, അതും ആകാം. എല്ലാത്തിനും പല പേഴ്സ്പെക്റ്റീവ്സ് ഉണ്ട്, പല ഡൈമെൻഷൻസ് ഉണ്ട്. നമ്മൾ ചിന്തിക്കുന്ന പോലെ യെസ് ഓർ നോ അല്ല ഇതിൻ്റെ ഒന്നും ആൻസേഴ്സ്. ഇതൊന്നും അല്ലെങ്കിൽ ഒരു ആൻസിസ്ട്രൽ മെമ്മറി ആവാം. ഫോർ എക്സാമ്പിൾ, ഈ റീസെൻ്റ്ലി ഒരു റിസർച്ച് നടന്നത് ഭയങ്കര ഫേമസ് ആയിരുന്നു, നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവണം. ചെറി ബ്ലോസം എക്സ്പെരിമെൻ്റ്. അതായത് ചെറി ബ്ലോസം ഫ്ലവേഴ്സ് മൈസിന് സ്മെൽ ചെയ്യുന്ന സമയത്ത് തന്നെ ഷോക്ക് പോലത്തെ കണ്ടീഷനിങ് ചെയ്തു കഴിഞ്ഞപ്പം മൈസിന് ആ ഷോക്ക്, ഇലക്ട്രിക് ഷോക്ക് കിട്ടുമ്പോഴുള്ള ആ ഒരു ബുദ്ധിമുട്ട്, പിന്നീട് ഈ സ്മെല്ല് വരുമ്പോൾ തന്നെ ഷോക്ക് കൊടുക്കാതെ തന്നെ ആ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അതിലല്ല ട്വിസ്റ്റ്. ആ മൈസിൻ്റെ നെക്സ്റ്റ് ജനറേഷനിൽ ഈ സ്മെല്ല് കൊടുക്കുമ്പോൾ തന്നെ ആ മൈസിനും സീഷേഴ്സ് പോലെയുള്ള ആക്ടിവിറ്റി ബ്രെയിനിൽ നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള ജനറേഷനിലും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ തേർഡ് ജനറേഷനിൽ, ഇതിപ്പോൾ മനുഷ്യന്മാരുടെ കാര്യം എടുത്ത തേർഡ് ജനറേഷനിൽ നമ്മൾ പറയാണ് നിങ്ങളുടെ ഗ്രാൻഡ് ഫാദറിൻ്റെ മുമ്പ് ജനറ്റിക്കലി ഇതെല്ലാം സ്റ്റഡീഡാണ്, ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം നമ്മൾ വിശ്വസിക്കും എന്ന് പറയുന്ന പോലെയാണ്. ചിലപ്പോൾ ഈ തേർഡ് ജനറേഷനിലുള്ള ഒരാളെ ട്രാൻസിലേക്ക് എടുക്കുകയാണെങ്കിൽ ഈ മെമ്മറീസ് നമുക്ക് റിട്രീവ് ചെയ്യാൻ പറ്റിയെന്ന് വരാം. കാരണം നമ്മുടെ സെൽസിലൂടെ ഉള്ള DNA, RNA ഇൻഫർമേഷൻസ് വഴി ഇതെല്ലാം നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റാം. സോ യെസ് ഓർ നോ ആൻസറിനേക്കാളും ഉപരി ഇതിന് കുറേ പെർസ്പെക്റ്റീവ്സ് ഉണ്ടെന്നാണ് ഞാൻ പറയാം.